ലഹരി കേസുമായി ബന്ധപ്പെട്ട് ഷൈൻ ടോം ചാക്കോയ്ക്ക് ഒരവസരം കൂടി നൽകാനാണ് ഫെഫ്ക തീരുമാനിച്ചിരിക്കുന്നത്. ഇതിനിടയിൽ ആലപ്പുഴയിലെ കഞ്ചാവ് കേസിൽ ഷൈൻ ടോം ചാക്കോയ്ക്കും അതുപോലെ ശ്രീനാഥ് ബാസിക്കും എക്സൈസ് തിങ്കളാഴ്ച ഹാജരാകാനായിട്ട് നോട്ടീസ് നൽകിയിട്ടുണ്ട്. വാസ്തവത്തിൽ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ നിലപാടെന്താണ്? ഇപ്പോൾ ജനറൽ സെക്രട്ടറി ബി രാകേഷ് നമ്മളോടൊപ്പം ചേരുകയാണ്. വാസ്തവത്തിൽ നമുക്കൊക്കെ തോന്നുന്നത് സമീപകാലത്ത് ഈ ലഹരി കേസ് ഒത്തുതീർപ്പിലേക്ക് പോകുന്നു എന്നതാണ്. അല്ല, അങ്ങനെ പ്രൊഡ്യൂസർ അസോസിയേഷൻ ഇതിനെക്കുറിച്ച് പ്രത്യേകിച്ചൊന്നും പറയാത്തതിൻ്റെ കാരണം ICയുടെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു റിപ്പോർട്ട് വരാതെ നമ്മളൊരു തീരുമാനം എടുക്കുന്നത് ശരിയല്ല എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഞങ്ങളതിനെക്കുറിച്ച് അഭിപ്രായം പറയാത്തത്. അപ്പോൾ ICയുടെ റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ അത് ഇംപ്ലിമെൻ്റ് ചെയ്യണം. അത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന പ്രൊഡ്യൂസർ അസോസിയേഷൻ പങ്കുണ്ട്. അപ്പോൾ അസോസിയേഷൻ ആ റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം ആ നടപടി എന്താണോ അത് നടപ്പാക്കിയതിന് ശേഷം ഞങ്ങൾ ആലോചിച്ച് കർശനമായ നടപടി ഉണ്ടാകും. ഇപ്പോൾ ആലപ്പുഴയിലെ ലഹരി കേസിലും ഈ ഷൈൻ ടോം ചാക്കോയ്ക്ക് ശ്രീനാഥ് ബാസിക്ക് നോട്ടീസ് കൊടുത്തിരിക്കുകയാണ്. ഇതൊരു വളരെ ഗുരുതരമായ സ്ഥിതിവിശേഷമല്ലേ നിങ്ങളുടെ ഒരു അഭിപ്രായത്തിൽ? തീർച്ചയായിട്ടും ഞങ്ങൾ 3 വർഷം മുമ്പ് ഇതിനെക്കുറിച്ച് സംസാരിച്ചിരുന്നതാണ്. സിനിമയിൽ ലഹരി വളരെ കൂടുന്നുണ്ട്, ഇത് കാരണം വർക്കിനെ വളരെയേറെ ബാധിക്കുന്നുണ്ട്. ഈ ഒരാൾ മാത്രമല്ലല്ലോ, നിരവധി ആൾക്കാരുണ്ട്. ഇയാളെക്കാൾ പ്രശ്നങ്ങളുള്ള വേറെ ആൾക്കാരുണ്ട്. ആ കാര്യങ്ങളെല്ലാം കൂടി ചേർത്തായിരിക്കും ഞങ്ങളുടെ തീരുമാനം ഉണ്ടാവും. കടുത്ത നടപടി ഉണ്ടാകും. തീർച്ചയായിട്ടും കടുത്ത നടപടി ഉണ്ടാവും. ഇതിൽ ഇന്നലെ ഇപ്പം ഫെഫ്കയുടെ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹത്തിന് വീണ്ടും ഒരു അവസരം കൊടുക്കുകയാണെന്നാണ് പറയുന്നത്. അത് ഇന്നലെ ഞാനും പത്രത്തിൽ കണ്ടു. അത് അവർ അതിനൊരു അവസരം കൊടുക്കുമെന്ന് പറഞ്ഞതായിട്ട് ഉണ്ട്. അതെന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷെ അങ്ങനെ ഒരു അവസരം കൊടുക്കുമ്പോൾ നിങ്ങൾ പണം മുടക്കുന്ന നിർമ്മാതാക്കൾക്ക് ഇതിനകത്ത് റോളില്ല. കാരണം ഇങ്ങനെയൊക്കെ മുന്നോട്ട് പോകാൻ ഈ ഒരു സിനിമാ മേഖലയ്ക്ക് കഴിയുമോ? തെറ്റുപറ്റിയ ആള് വെച്ചിട്ട് നമ്മൾ മുമ്പോട്ട് പോകുന്ന പരിപാടി ഉണ്ടാവാൻ സാധ്യതയില്ല. അത് ഞങ്ങളുടെ കമ്മിറ്റി കൂടി തീരുമാനിക്കാൻ പറ്റും. പക്ഷേ ഫെഫ്ക ഇത്തരത്തിലൊരു തീരുമാനം നേരത്തെ പ്രഖ്യാപിക്കുന്നു. അത് നിങ്ങളുമായിട്ട് ആലോചിച്ചിട്ടാണോ? ഞങ്ങളുമായിട്ട് ആലോചിച്ചില്ല. അയാൾ മരുന്ന് കാണുന്നുണ്ടെന്ന് ഉണ്ണികൃഷ്ണൻ എന്നെ വിളിച്ച് സംസാരിച്ചിരുന്നു. ഷൈൻ ടോം ചാക്കോ ഫെഫ്കയുടെ ഓഫീസിൽ വന്ന് അവരെ കാണുന്നു എന്ന് പറഞ്ഞതിനകത്ത് ഞങ്ങൾക്കൊന്നും പറയാനില്ല. ഇതിനകത്ത് ഇങ്ങനൊരു തീരുമാനം എടുക്കേണ്ടത് അയാളെ മാറ്റി നിർത്തണോ വേണ്ടേ എന്നൊരു തീരുമാനം എടുക്കേണ്ടത് പ്രൊഡ്യൂസർ അസോസിയേഷനാണ്. അയാളെ സിനിമയിൽ ഉൾപ്പെടുത്തണോ വേണ്ടേ എന്നുള്ളത്. കാരണം സിനിമയിൽ ആളെ കാസ്റ്റ് ചെയ്യുന്നത് നിർമ്മാതാവാണ്, ശമ്പളം കൊടുക്കുന്നത് നിർമ്മാതാവാണ്. അപ്പോൾ സംവിധായകനുമായിട്ട് ആലോചിച്ചിട്ടായിരിക്കും ആരെങ്കിലും കാസ്റ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ തിരക്കഥാകൃത്തുമായിട്ട് ആലോചിച്ചത് സിനിമയുടെ ഒരു ഇതാണ്. എന്നാലും അതിന് പേയ്മെൻറ്റ് കൊടുക്കുന്ന ആളെന്ന നിലയിൽ അയാൾ വേണോ അയാളല്ലാതെ വേറൊരാൾ വേണോ എന്ന് തീരുമാനിക്കേണ്ട അവകാശം നിർമ്മാതാവിന് തന്നെയാണ്. അതല്ലാന്ന് അവർ പറഞ്ഞായിട്ട് എനിക്കറിയില്ല. പക്ഷേ അതാണ് എൻ്റെ തീരുമാനം. അത് പിന്നെ എന്തുകൊണ്ട് ഫെഫ്ക ഇങ്ങനെ ഒരു അഡ്വാൻസായി ഇങ്ങനെ ഒരു കൂടിക്കാഴ്ച നടത്തുന്നു, ഒരു ഏകപക്ഷീയമായ തീരുമാനത്തിലേക്ക് പോകുന്ന രീതിയിൽ പ്രതികരണങ്ങൾ വരുന്നു? അത് അവരോട് തന്നെ ചോദിക്കേണ്ട കാര്യമാണ്. നമുക്കറിയില്ല. ഞങ്ങളതൊന്നും നിങ്ങളുമായിട്ട് ആലോചിച്ചിട്ടേ ഇല്ല ഇതൊരു ഇതിൻ്റെ ഇല്ല. അവരുമായിട്ട് ആലോചിച്ചത് ഒഴിവാക്കുന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മളോട് ആലോചിച്ചിട്ട് പറഞ്ഞിരുന്നു. അയാൾ വിളിച്ച് സംസാരിച്ചിരുന്നു. അയാളവിടെ വരുന്നുണ്ട്, അവരെ കാണുന്നുണ്ട്. എനിക്ക് അവർ തീരുമാനം എടുത്തു എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ പത്രം കണ്ടിട്ടില്ല. രാവിലെയാണ്. ശരിക്കും നിങ്ങളുമായിട്ട് ആലോചിച്ചിട്ടല്ലേ ചെയ്യേണ്ടത്? കാരണം ഇങ്ങനെ ഒരു അഡ്വാൻസ് തീരുമാനങ്ങൾ പ്രഖ്യാപിക്കുന്നു, ഒരു ഒത്തുതീർപ്പിലേക്ക് പോകുന്നു എന്നുള്ളൊരു ധാരണ വരുന്നു. അവരല്ല, ഞങ്ങളാണ് അവരുമായിട്ട് ആലോചിക്കേണ്ടത്. കാര്യം എന്ന് വെച്ചാൽ ഇങ്ങനെ തീരുമാനം എടുക്കേണ്ടതിൻ്റെ മെയിൻ ആവശ്യകത ഞങ്ങൾക്കാണ്. കാര്യം സാമ്പത്തികം മുടക്കുന്നത് ഞങ്ങളാണ്. ഞങ്ങളുടെ ലൊക്കേഷനിൽ അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഒരു ദിവസം ഒരാൾ വരാതിരുന്നതിൻ്റെ കോസ്റ്റ് കൂടുന്നത് ഞങ്ങൾക്കാണ്. ഞങ്ങളാണ് ആ തീരുമാനം എടുക്കേണ്ടത്. അതിനോടൊപ്പം അവർ നിൽക്കുകയാണ് വേണ്ടത്. അപ്പോൾ അങ്ങനെ ഒരു ഇതിലേക്ക് വന്നിട്ടില്ല. ഇപ്പോൾ ഈ ഒരു ഒത്തുതീർപ്പിലേക്ക് പോകുന്നു, ഒരു ആക്ഷനും ഇല്ലാതെ അവസാനിക്കാൻ പോകുന്നു എന്നുള്ളൊരു ധാരണയാണ് വന്നിരിക്കുന്നത്. അതങ്ങനെ വരില്ല. ശക്തമായ ആക്ഷൻ ഉണ്ടാവും. അത് നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവും. കാര്യം ഞങ്ങളൊരു തീരുമാനം ഇപ്പോഴേ എടുത്തിട്ട് പിന്നെ IC തീരുമാനം വന്നിട്ട് അത് നടപ്പാക്കാൻ പോയാൽ അത് ശരിയല്ല. അത് നമ്മൾ അതിനെ മാനിക്കുന്നു. ഒരു ജുഡീഷ്യൽ പവറുള്ളതാണ് IC. അതിൻ്റെ തീരുമാനം എന്താവട്ടെ, ആ തീരുമാനം നടപ്പാക്കിയ ശേഷം ഞങ്ങൾ തീരുമാനം എടുക്കുക. ആ വ്യക്തിക്ക് വേണ്ടി മാത്രമല്ല, ബാക്കി പലരും ഉണ്ട്. അതെല്ലാം മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ഷൈൻ ടോം ചാക്കോ അടക്കമുള്ളവർക്കെതിരെ കടുത്ത നടപടി ഉണ്ടാവും. തീർച്ചയായിട്ടും ഉണ്ടാവും, സംശയമൊന്നുമില്ല. അതിനകത്ത് ഈ ഫെഫ്കയുടെ ഇന്നലത്തെ നിലപാടുകൾ തള്ളിക്കളയാണ്. അല്ല, അവരുടെ നിലപാട് അതെന്താ എനിക്കറിയില്ല. ഞങ്ങളുടെ നിലപാട് അതായിരിക്കും. ഞങ്ങൾ അവരുടെ സിനിമയിൽ വേണോ വേണ്ടേ എന്നുള്ള കാര്യം ഞങ്ങൾ തീരുമാനിക്കും. കടുത്ത നടപടി ഉണ്ടാവും, ലഹരി ഉണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും. എന്തായാലും ഇന്നലെ ഈ ഫെഫ്കയുടെ വാർത്താ സമ്മേളനം കഴിയുമ്പോൾ ഇതൊക്കെ ലഘൂകരിക്കപ്പെട്ടു പോകുന്നു എന്നാണ് തോന്നുന്നത്. പക്ഷേ പണം മുടക്കം നിർമ്മാതാക്കൾ കടുത്ത നടപടിക്ക് തുനിഞ്ഞിരിക്കുകയാണ്. IC റിപ്പോർട്ട് വന്നു. അത് എത്ര ചെറുതായാലും വലുതായാലും കടുത്ത നടപടി ഷൈൻ ടോം ചാക്കോ അടക്കമുള്ള ലഹരി ഉപയോഗിക്കുന്ന താരങ്ങൾക്കെതിരെ എടുക്കുമെന്ന സൂചനയാണ് ഇപ്പോൾ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ നൽകുന്നത്. ക്യാമറാമാൻ ആന്റണി ഗിർഗിരിക്കൊപ്പം ബിജു പങ്കജ്, മാതൃഭൂമി ന്യൂസ്.